ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ലോക്ക്ഡൗണിൻ്റെ ദിവസങ്ങളിൽ യാതൊരു ലോക്ക്ഡൗണുമില്ലാത്ത ദൈവത്തെ വീടുകളിലിരുന്ന് ആരാധിക്കുവാൻ കഴിയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ദൈവമാണ് നമുക്ക് ഇത്തരത്തിലുള്ള കൃപ നൽകിയത്, സാഹചര്യങ്ങൾ നൽകിയത്. ഈ ലോക്ക്ഡൗൺ തീരുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ദൈവം അനുവദിച്ചാൽ നമുക്ക് എത്രയും വേഗം ആരാധനാലയങ്ങളിൽ ചെന്ന് നമ്മുടെ അരുമനാഥനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് രാവിലെ നാം നമ്മുടെ വീടുകളിലിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യങ്ങളെ ആധാരമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ വീടുകളിലിരുന്ന് ആ വാക്യങ്ങളൊന്ന് വായിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്, അല്ലേ? ദൈവ സ്നേഹത്തെ ഓർത്താണ് നമ്മൾ ആരാധിക്കാറുള്ളത്. ദൈവമേ, ഏഴയായി എന്നെ അങ്ങ് സ്നേഹിച്ചല്ലോ എന്ന് പലപ്പോഴും നാം നമ്മുടെ സ്തോത്രങ്ങളിൽ പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ഈ ദൈവസ്നേഹം ആരംഭിച്ചത്? അല്ലെങ്കിൽ നമ്മോടുള്ള ബന്ധത്തിൽ എപ്പോഴാണ് ദൈവം നമ്മെ സ്നേഹിച്ചു തുടങ്ങിയത്? നാം ജനിച്ചപ്പോഴാണോ? അല്ലെങ്കിൽ നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്താണോ? അല്ലെങ്കിൽ നാം രക്ഷാകരമായ സുവിശേഷം കേട്ട സമയത്താണോ? രക്ഷിക്കപ്പെട്ട സമയത്താണോ? സ്നാനപ്പെട്ടപ്പോഴാണോ? അതേ സഭയിലേക്ക് വന്നപ്പോഴാണോ? എപ്പോഴാണ് ദൈവം നമ്മെ സ്നേഹിച്ചു തുടങ്ങിയത്? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 4, 5, 6 വാക്യങ്ങൾ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, ഉലകസ്ഥാപനത്തിനു മുൻപേ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നാണ്. നാം ഉണ്ടാകുന്നതിന് മുൻപേ, നമ്മുടെ മാതാപിതാക്കളുടെ കാലത്തിന് മുൻപേ പോട്ടെ, ഈ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുൻപ് സൃഷ്ടാവായ ദൈവം നമ്മെ കാണുകയും നമ്മോടുള്ള അവൻ്റെ സ്നേഹം അന്നു മുതൽ ചൊരിയുകയും ചെയ്തു. ഇരമ്യാവിനോട് പറയുന്നത്, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവസ്നേഹം ആരംഭിച്ചത് ഉലക സ്ഥാപനത്തിന് മുൻപാണ്. എന്നാൽ ആരാധിക്കുമ്പോൾ നമ്മെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മെ സ്നേഹിച്ചത്? നാം വായിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്: നാം അവൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരും ആകേണ്ടതിന്. അതിൻ്റെ അർത്ഥം എന്താ? അല്ല, നാം വിശുദ്ധരല്ല, നിഷ്കളങ്കരല്ല എന്നറിഞ്ഞിട്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. നാം പാപം ചെയ്ത് നാം നമ്മെ തന്നെ അശുദ്ധമാക്കും എന്നറിഞ്ഞിട്ട്, നാം ലോകത്തിൻ്റെ പിന്നാലെ പോയി നമ്മെ തന്നെ അശുദ്ധമാക്കും എന്നറിഞ്ഞിട്ട്, നമ്മുടെ ഹൃദയത്തിലും നിലവുകളിലും നമ്മുടെ കണ്ണുകൊണ്ടും ചെവി കൊണ്ടുമൊക്കെ പാപം ചെയ്ത് നാം നിഷ്കളങ്കതയില്ലാത്തവരായി, കളങ്കമുള്ളവരായി തീരും എന്ന് അറിഞ്ഞിട്ടാണ് വിശുദ്ധനായ ദൈവം നമ്മെ സ്നേഹിച്ചത്. എന്നിട്ട് അവൻ എന്തു ചെയ്തു? നമുക്ക് വായിക്കാം. അവിടെ തന്നെ എഴുതിയിരിക്കുകയാണ് 7-ാമത്തെ വാക്യത്തിൽ, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഞാൻ പാപം ചെയ്യുമെന്നറിഞ്ഞിട്ട്, ഞാൻ തെറ്റായ വഴികളിൽ പോകുമെന്നറിഞ്ഞിട്ട്, ഞാൻ അന്യദൈവങ്ങളെ സേവിക്കുമെന്നറിഞ്ഞിട്ട്, എന്നിൽ അശുദ്ധി ഉണ്ടാകും, കളങ്കമുണ്ടാകും എന്നറിഞ്ഞിട്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ചു. അവൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി. അവൻ്റെ പുണ്യാഹരക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് നമ്മെ വിശുദ്ധരാക്കി തീർത്തിരിക്കുകയാണ്. തീരുന്നില്ല കേട്ടോ, അവൻ നമ്മെ ഓരോ ദിവസവും നിഷ്കളങ്കരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്?
പിതാവിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ കർത്താവ്, ആ ഓമനകുമാരൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. യൂദ പറയുന്നത് ഇങ്ങനെയാണ്: നാം അവൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിൽക്കും. യേശു കർത്താവ് അങ്ങനെ നമ്മെ നിർത്തും. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ നമ്മെ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കഴിവുള്ളവന് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മെ ഉലകസ്ഥാപനത്തിന് മുൻപേ സ്നേഹിച്ചു. അത് നമ്മെ വിശുദ്ധരാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്, നിഷ്കളങ്കരാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. നാം കളങ്കമുള്ളവരും അശുദ്ധിയുള്ളവരും ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മെ വിശുദ്ധരാക്കുവാൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ചോര ചീന്തി ആ രക്തത്താൽ നമ്മെ കളങ്കമില്ലാത്തവരാക്കി വിശുദ്ധരാക്കി മാറ്റി. യേശു കർത്താവ് പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത് നമ്മെ ഓരോ ദിവസവും നിഷ്കളങ്കരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാവിലെ മുഴങ്കാലുകളെ മടക്കാം, തലകളെ കുനിക്കാം, പറയാം: യേശുവേ നന്ദി, പിതാവേ നന്ദി, എന്നെ സ്നേഹിച്ചതിന് നന്ദി, എനിക്ക് വേണ്ടി രക്തം ചീന്തിയതിന് നന്ദി, എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നതിന് നന്ദി. ഈ കർത്താവിനെ ആരാധിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിനു മാത്രം ഇന്നും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ എത്രയോ ആഴ്ചകളായി ദൈവമക്കളായിരിക്കും നമുക്ക് ഒന്നിച്ചു കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയാത്ത ഒരു പരിതസ്ഥിതിയിലാണ് നാം ആയിരിക്കുന്നത്. ഇനി എന്ന് ഒന്നിച്ചു കൂടി വന്ന് കർത്താവിനെ ആരാധിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നിശ്ചയമില്ല. എന്നിരുന്നാലും കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, നമ്മുടെ രക്ഷിതാവിനെ ആരാധിക്കുവാൻ ദൈവം നൽകിത്തരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ആരാധനാത്മകമായ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ വിധത്തിലുള്ള ചിന്തകൾ നമുക്ക് ലഭിക്കുന്നതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കർത്താവ് അതിലൊരു അവസരം നമുക്ക് നൽകി തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആരാധനയോട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്നതിന് വേണ്ടി ഒരു വേദാംശം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. പ്രിയമുള്ളവരെ, നാം ഇന്നായിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാലാണ്. നമ്മുടെ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വളരെ വിശേഷണമായ ഒരു പദപ്രയോഗമാണ് ഇവിടെ കാണുന്നത്: കരുണാസമ്പന്നനായ ദൈവം. ദൈവത്തിന്റെ കരുണയുടെ സമ്പത്തിനെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധ്യമാകുകയില്ല. നമ്മൾ ഏതെല്ലാം വാക്കുകൾ ഉപയോഗിച്ചാലും, ഏതെല്ലാം അവസരങ്ങൾ അതിനുവേണ്ടി വിനിയോഗിച്ചാലും ഒരിക്കലും
ആ ദൈവത്തിൻ്റെ കരുണയുടെ സമ്പത്ത് നമുക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനോടനുബന്ധമായിട്ട് മറ്റൊരു വേദഭാഗം കൂടെ നമുക്കൊന്ന് നോക്കാം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് വായിക്കാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തന്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. എത്ര അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയ, ആ ദയ നമ്മുടെ മേൽ ഉദിച്ചപ്പോൾ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നീതിപ്രവൃത്തികൾ ദൈവം മുൻപാകെ വെറും കരപുരണ്ട തുണി പോലെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും നീതിപ്രവൃത്തികൾ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യാനായിട്ടുള്ള കഴിവ് നമുക്കില്ല, അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തിയാലല്ല ദൈവം നമ്മെ രക്ഷിച്ചത്, തൻ്റെ കരുണപ്രകാരമാണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എഫെസ്യരിൽ നാം വായിച്ചതുപോലെ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, ആ സ്നേഹത്തിനും എത്രയോ ദീർഘമാണ് നമ്മോടുള്ള മഹാസ്നേഹം. നമുക്കറിയാം, ദൈവകരുണയുടെ പ്രത്യക്ഷമായ പ്രദർശനമാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി തീർന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ഭാഗത്ത് പാപിയായ മനുഷ്യനും മറുഭാഗത്ത് നീതിമാനായ ദൈവവും. ദൈവത്തോട് നമ്മെ നിരപ്പിക്കേണ്ടതിന് വേണ്ടി കരുണയിൽ സമ്പന്നനായ മഹാദയുള്ള കർത്താവ് നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റെടുത്തു. പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് തന്റെ ശരീരത്തിലൂടെ കഴിച്ച ഏകയാഗത്താൽ നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പ്രിയമുള്ളവരെ, നാം കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നാം ദൈവമക്കളാണ്. ഈ ദൈവത്തെ നാം ആരാധിക്കുവാൻ അത്രമാത്രം കടപ്പെട്ടവരാണ്. ആത്മാർത്ഥമായി, ഹൃദയംഗമായി നമ്മുടെ കർത്താവിനെ എല്ലാ സ്തുതിസ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. അവൻ കരുണയിൽ സമ്പന്നനാണ്, ആ മഹാദൈവമാണ്, നിത്യജീവനാണ്, നമ്മുടെ രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്. ആ കർത്താവ് നമ്മെ ചേർക്കുവാനായിട്ട് എത്രയും പെട്ടെന്ന് വരുവാനായിട്ട് പോകുകയാണ്. അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇന്ന് നമുക്ക് ഈ നിലയിൽ എല്ലാ ബഹുമാനവും നമ്മുടെ കർത്താവിന് ഉണ്ടാകെ അർപ്പിച്ചുകൊണ്ട് നമുക്കവനെ ആരാധിക്കാം. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നതിനും കർത്താവിൽ നിന്ന് നാം പ്രാപിച്ച ആത്മീയ നന്മകളുടെ ഓർമ്മയിൽ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ആരാധിക്കുവാൻ നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇന്ന് രാവിലെ നമ്മളുടെ ചിന്തയ്ക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാൻ ആവശ്യമുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന്
സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യയിലുള്ള വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസിന്റെ പ്രാർത്ഥനയോട് ചേർന്നാണ് ഈ വേദഭാഗങ്ങൾ. 9 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന വേദപുസ്തകത്തിലെ വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്നയാളായിരുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണം. കർത്താവ് പ്രാർത്ഥിച്ചു, ശിഷ്യന്മാരും പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറി. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് കഴിക്കുന്ന ശ്രദ്ധേറിയ പ്രാർത്ഥന നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസിന്റെ മാനസാന്തരം പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവ് അവനെ സന്ദർശിക്കുകയും അവൻ കർത്താവിനെ അംഗീകരിച്ച് ഒരു ദൈവപൈതലായി തീരുകയും ചെയ്യും. ദമസ്കോസിലുള്ള അനനിയാസ് എന്ന ശിഷ്യനോട് കർത്താവ് അവനെക്കുറിച്ച് പറയുമ്പോൾ നാം വായിക്കുന്ന 9-ാം അധ്യായത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടെ പൗലോസിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ സംബന്ധിച്ചും തിരുവെഴുത്ത് പരാമർശിക്കുന്നുണ്ട്. രാവും പകലും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. കാരാഗൃഹത്തിൽ കഴിയുന്ന ഈ ദിവസങ്ങളിൽ ഈ ലേഖനങ്ങളൊക്കെ രചിക്കുമ്പോൾ എഫേസ് ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും ഫിലിപ്പ് ലേഖനത്തിലും എല്ലാം നാം ശ്രദ്ധിച്ചാൽ തൻ്റെ പ്രാർത്ഥനകൾ ആ ലേഖനങ്ങളിൽ വായിക്കാനായിട്ട് സാധിക്കും. എഫേസ് ലേഖനത്തിൽ തന്നെ 2 പ്രാർത്ഥനകൾ സൂചിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഈ കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ താൻ അവരുടെ ഭൗമികമായ ഏതെങ്കിലും കാര്യപരിപാടികളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല കഴിക്കുന്നത്. പൗലോസോ ശേഷ അപ്പോസ്തലന്മാരോ തിരുവെഴുത്തോ ഭൗമികമായ നിലയിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളല്ല കഴിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ മാതൃകകളല്ല നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് 1:10 നിങ്ങൾ കർത്താവിന് യോഗ്യമാം വണ്ണം നടക്കണം, ആത്മീക പരിജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറയണം, സൽപ്രവൃത്തികളിൽ നിങ്ങൾ ഫലം കായ്ക്കണം, ദൈവമഹത്വത്തിനായി നിങ്ങൾ ബലപ്പെടണം എന്നീ കാര്യങ്ങൾ ഭൗമികമായ ജീവിതകാലത്ത് അനുവർത്തിക്കുവാൻ ആവശ്യമുള്ളതായിട്ട് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് ഏതൊരു ഭക്തന്റെയും മറ്റൊരു വിശ്വാസിയെക്കുറിച്ചുള്ള, ഏതൊരു പ്രേക്ഷിതന്റെയും മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള, കൂട്ടുപ്രവർത്തകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു ഹിതവും കൂടെയാണ്, ആലോചനയുമാണ് ഈ കാര്യങ്ങൾ. തൊട്ട് പിന്നാലെ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന 3 കാര്യം അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങളിലായിട്ട് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം, പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകണം, പിതാവിന് നന്ദി പറയുന്നവരാകണം, പിതാവിനെ ആദരിക്കുന്നവരും ആരാധിക്കുന്നവരുമായി മാറണം. ആ കാര്യത്തിൻ്റെ കാരണങ്ങളാണ് അതിൻ്റെ തുടർവാക്യങ്ങളിൽ 12 മുതൽ നാം കാണുന്നത്. ഒന്നാമത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ലഭ്യമാകുന്ന അവകാശത്തിനായി നിങ്ങളെയും പ്രാപ്തരാക്കി. കൊലോസയിലുള്ള ആളുകൾ അവരെ വിശുദ്ധന്മാരുടെ വെളിച്ചത്തിലുള്ള അവകാശത്തിനായി പ്രാപ്തരാക്കി. അതിന് കാരണം ഇവിടെ നാം വായിക്കുന്നത് അതിൻ്റെ 1-ാം അധ്യായത്തിൽ
ഇങ്ങനെ നാം വായിക്കുന്നു, സുവിശേഷം നിങ്ങളുടെ അടുക്കലും എത്തി. സുവിശേഷം അവരുടെ അരികിലെത്തിയപ്പോൾ 6-ാം വാക്യത്തിൽ ആ യഥാർത്ഥ ദൈവകൃപയെ കേട്ടറിഞ്ഞ നാളിൽ ആ സുവിശേഷത്താൽ ആകർഷിക്കപ്പെട്ടവരായി അത് വിശ്വസിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടായി. സുവിശേഷം നമ്മിൽ എന്താണ് ചെയ്തത്? എത്ര അത്ഭുതകരമായ കാര്യമാണ് നമ്മൾ ചെയ്തത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ എന്ന് പത്രോസ് എഴുതുമ്പോൾ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കാൻ ആവശ്യമുണ്ട്. എന്താണത്? വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർക്ക് ഒരു അവകാശമുണ്ട്, വിശുദ്ധന്മാർക്ക് ഒരു പ്രതിഫലമുണ്ട്. അത് നിത്യതയിൽ ലഭ്യമാകുന്ന ഒരു അനുഗ്രഹമാണ്. ആ കാലത്തേക്ക് കൊലോസയിലുള്ള പ്രിയപ്പെട്ടവരെ, സുവിശേഷം വിശ്വസിച്ചവരെ, സുവിശേഷം വന്നപ്പോൾ ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചവരെ അതിന് പ്രാപ്തരാക്കി എന്നാണ് നാം വായിക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടെ നാം വായിക്കുന്നതിന് 13-ാം വാക്യത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളതാണ്. ഇരുട്ട് നമുക്കറിയാം, ദൈവം വെളിച്ചമാണ്, ഇരുട്ട് ദൈവത്തിന്റെ എതിരാളിയാണ്. ശത്രുവായ പിശാചിന്റെ അധികാരത്തിൽ നിന്ന്, അവന്റെ ബന്ധനത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. അതിന് ആർക്കും സാധിക്കുമായിരുന്നില്ല. ലോകത്തിലെ ഒരു ശക്തിക്കും, ഒരു പ്രത്യയശാസ്ത്രത്തിനും, ഒരു പ്രവൃത്തിക്കും, ഒരു ത്യാഗത്തിനും ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയുമായിരുന്നില്ല. ആ കാര്യം ചെയ്തത് അനുഗ്രഹീതനായ നമ്മുടെ കർത്താവാണ്. മൂന്നാമതായിട്ട് നാം വായിക്കുന്നത് അവിടെ പുത്രന്റെ രാജ്യത്തിലാക്കി എന്നാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ഫിലിപ്പിയരോട് പൗലോസ് പറയുമ്പോൾ പുത്രനൊരു രാജ്യമുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അവന്റെ രാജ്യത്തിലേക്ക് നാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമോസിനോട് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു രാജ്യത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ഭൗമജീവിതത്തിന് അറുതി വന്നു കഴിഞ്ഞാൽ, മരണത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, അഥവാ കർത്താവിന്റെ മടങ്ങിവരവോടുകൂടെ നാം രൂപാന്തരപ്പെട്ട് അവന്റെ സന്നിധിയിൽ പ്രവേശിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവന്റെ രാജ്യത്തിലായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതെത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. ഈ ഒരു സ്വർഗീയമായ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെട്ടു, അവിടേക്ക് നമ്മൾ ആനയിക്കപ്പെട്ടു. അതിന് കാരണമായത് സുവിശേഷമാണ്. ഇവിടെ ഈ 1-ാം അധ്യായത്തിൽ തന്നെ നാം വായിക്കുമ്പോൾ അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പാപമോചനമെന്ന വീണ്ടെടുപ്പിലൂടെയാണ് ആ കാര്യം സാധിച്ചത്. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുകയാണ്. അതിന് 1-ന്റെ 7-ാം വാക്യത്തിൽ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളുടെ മോചനവും പാപങ്ങളുടെ മോചനവും അതിന്റെ പ്രതിശാന്തിയായി വീണ്ടെടുപ്പ് അവൻ സാധിപ്പിച്ചു. എങ്ങനെ? അവന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പിന്റെ കാരണം എന്താണ്, എങ്ങനെയാണ് അവൻ നമ്മെ വീണ്ടെടുത്തത് എന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ല കാര്യമാണ്. അവന്റെ വീണ്ടെടുപ്പിന്റെ പിന്നിൽ അവന്റെ രക്തച്ചൊരിച്ചിലുണ്ട്. അവന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മെ അവൻ വീണ്ടെടുത്തിരിക്കുന്നു. എഫെസ്യർ 2-ന്റെ 1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർപ്പിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ഇവിടെ കർത്താവായ യേശുവിന്റെ കാൽവറിയെയും അവന്റെ മരണത്തെയും നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. അത് നമ്മിലുളവാക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. ഒരുവൻ വലിയ ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോയി എങ്കിലും അവിടെ നിന്ന് നമ്മെ ചിലരെ അവൻ കരകയറ്റി സ്വർഗത്തിന്റെ അവകാശം നമുക്ക് നൽകി, നിത്യജീവൻ നമുക്ക് നൽകി. ഈ വലിയ സന്തോഷം നമ്മുടെ ഉള്ളിൽ നൽകുന്ന വികാരമാണ് ആ സ്തോത്രമായിട്ട് ദൈവസന്നിധിയിൽ
ഉയരുന്നത്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്നാണ്. ആരാധന ആനന്ദാനുഭവമാണ്. അത് വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. രക്ഷിതാവിനോടുള്ള, ദൈവത്തോടുള്ള, ലഭിച്ച രക്ഷയോടുള്ള വലിയ ആദരവിന്റെ പ്രകടനമാണ് ദൈവസന്നിധിയിൽ ആരാധനയായി മാറുന്നത്. അതിന് എത്രമാത്രം ശബ്ദഘോഷങ്ങളോടുകൂടെ, ധ്യാനത്തോടുകൂടെ, മൗനമായി, സന്തോഷ ഗാനങ്ങളോടുകൂടെ, സ്തോത്രത്തോടുകൂടെ, സ്തുതിയോടുകൂടെ, അങ്ങനെ ഏത് വിധേനയും അവന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് അവന്റെ മുൻപാകെ തലവണക്കുന്ന ആ അനുഗ്രഹീതമായ അനുഭവമാണ് ആരാധന. ഇന്ന് രാവിലെ കൊലോസ്യ ലേഖനത്തിൽ പൗലൂസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വെളിച്ചത്തിന്റെ അവകാശത്തിലേക്കും പുത്രന്റെ രാജ്യത്തിലേക്കും കൊണ്ടുവന്ന ഈ വലിയവനായ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഇന്ന് രാവിലെ നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ കാര്യം, കർത്താവേ, നരകാവകാശിയായിരുന്ന, പിശാചിന്റെ അടിമത്വത്തിലായിരുന്ന, ഇരുളിലായിരുന്ന എന്നെ സ്വതന്ത്രമാക്കിയിട്ട് അങ്ങയുടെ പുത്രന്റെ രാജ്യത്തിലാക്കി, അങ്ങയുടെ സ്നേഹസ്വരൂപനായ ആ പുത്രന്റെ രാജ്യത്തിലാക്കി, നിത്യതയുടെ സുരക്ഷിതത്വവും നിത്യതയുടെ സന്തോഷവും എനിക്ക് നൽകിയ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുൻപാകെ വീണ് ഇന്ന് രാവിലെ എല്ലാവരോടും കൂടെ സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory to God in the highest. Again, we are given an opportunity as believers to gather in His presence, though we are in confinement, to worship, praise, and remember God's greatest mercy, love, and what He deserves. We don't deserve anything, but what He deserves, we should give to Him in terms of worship. Worship is a continuous process. In connection with worship, I'd like to take you with me to certain verses from the Bible in Matthew chapter 27, verse 27 onwards, a few verses in random order. It's a very familiar passage, but each time we read it, it strikes us as to what God in all His greatness has done for us, and as we as human beings don't deserve that. Let me read it in this way. Then the governor's soldiers took Jesus into the praetorium and gathered the whole company of soldiers around him. They stripped him and put a scarlet robe on him, and then twisted together a crown of thorns and set it on his head. They put a staff in his right hand and knelt in front of him and mocked him. "Hail, King of Jews," they said. They spit on him, took the staff and struck him on the head again and again. After they had mocked him, they took off his robe and put his own clothes on him. They led him away to crucify. This is a passage which is just taking place before our Lord is crucified. And here we see, although we remember Lord's crucifixion and the horror of that and the pain He underwent, through the physical pain we underwent when He was crucified. But here we see a more significant factor of the Lord being humiliated and Lord undergoing humiliation. And He is happily accepting humiliation. See, in different parts, He's earlier in this
chapter itself, we see him standing in front of Pilate being judged. We see him standing in front of the chief priest. We see his own people choosing Barabbas in his stead when Pilate gives him the option. So everywhere he is facing rejection and he is facing humiliation from his own people. Now, who is this person who is being humiliated? It is our Lord Jesus. And who is he exactly? So we know very well that he is the supreme being. And in Philippians, here in Philippians chapter 2, verse 5 onwards, we remember how he humbled himself, though he is equal to God, he did not consider himself being equal. So, being God himself, the person who he is, and being humiliated and taking upon that humiliation in this fashion. Now look at us. Who is he doing this for? Do we really deserve this? I'd like to turn your attention to a passage, just giving a small this thing about us. Ezekiel chapter on chapter 16, verse 4 onwards. On that day you were born. Your cord was not cut, nor were you washed with water to make you clean, nor were you rubbed with salt or wrapped in clothes. No one looked upon you with pity or had compassion enough to do any of these things for you. Rather, you were thrown out into the open field, for on the day you were born you were despised. Then I passed by you and saw you kicking about in your blood, and as you lay there in your blood, I say to you, live. So this gives us a picture of what we are. Man has, in Psalm 100, we remember God's steadfast love, God's everlasting mercy. But man, from time immemorial, from the beginning of times, from God's creation, man has always rejected God and come away from God. We have never been consistent. We never deserve. Rather, we have always been invoking his wrath and sinning. So we could never be close to God. We were, like it says here, we were despised from the day we were born. That's what we deserve. And we were kicking about in our blood, in our sin. There is no way we deserve to come to it. Yet, our Father, through his Son, Lord Jesus, remembered us on the cross and came and took all this humiliation. So we have to, every time when we come in front of us, we have to feel it, what our Father did for us, what the Son did for us, what humiliation, why did he have to stand there in front of Pilate, in front of this? His own creation is humiliating him. And he's taking it without a mum word, and he's going on the cross. And even on the cross, we remember that he looks up to heaven and says, Father, forgive them, for they do not know what they do. That kind of love, we have to, when we remember that, it has to fill our heart. We have to feel this when we worship. Let us come to him, remembering this great love and mercy for which our words are indescribable. We cannot express our gratitude. No amount of worship and gratitude from our part, we do not know is enough for us to worship him and extol him. Let's glorify him, let's worship him, let's feel this Lord's love and be consistent. Although we go away every time, be consistent. Come to him and say, Lord, I repent, I am yours, I love you, I adore you, and forgive me, let me walk in your way. I worship you, I love you, Lord. Let's worship and glorify his name, not only today, but every day in our lives. Glory to God, praise be to him.